ഇപ്പോൾ PGസിൻ്റെ ട്രെയിനിങ് എഫക്റ്റ് ചെയ്യും, UGസിൻ്റെ ട്രെയിനിങ് എഫക്റ്റ് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ചെയ്യും, പേഷ്യൻ്റ് കെയർ തീർച്ചയായും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് പേഷ്യൻസിനെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സമരം ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു സ്ട്രൈക്ക് കാണാതിരുന്നത്? മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിൻ്റെ എൻട്രി കാഡർ സാലറി അതിനു മുമ്പ് സർവീസിൽ കയറിയവരെക്കാളും ആനുപാതികമായിട്ട് കുറഞ്ഞുപോയി. ഇപ്പോഴും തുടങ്ങുന്ന പല മെഡിക്കൽ കോളേജുകളും മതിയായ സൗകര്യങ്ങളോടുകൂടി അല്ല തുടങ്ങുന്നത്. അത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അവിടുത്തെ മാൻ പവർ ആയാലും. സോ പേഷ്യൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അല്ല, പേഷ്യൻസിനെ കൂടെ നിർത്തേണ്ട. അതെ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയർ. ദിസ് ഇസ് രാധിക ഡിജു, മെഡിക്കൽ സ്റ്റുഡൻറ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് എൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജിലെ തന്നെ പ്രൊഫസർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. യെസ്, വി ഹാവ് വിത്ത് മീ ഡോക്ടർ മോഹൻദാസ് നായർ സർ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ്. Also, he is the state spokesperson of KGMCTA, which is Kerala Government Medical College Teachers Association. Welcome, sir. സർ, ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമല്ല ഇതെന്ന് പറയുന്നത്. എന്താണ് ശരിക്കും KGMCTA ആൻഡ് എന്താണ് ഇപ്പം സ്ട്രൈക്കിലേക്ക് ലീഡ് ചെയ്തൊരു കാര്യം? KGMCTA എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതായത് ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ ഒരേ ഒരു അംഗീകൃത സർവീസ് സംഘടനയാണ് KGMCTA. അപ്പോൾ KGMCTAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സമരം നടത്തുന്നത്? അതായത് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അതായത് നമ്മുടെ ചികിത്സാ ചെലവ് വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് പോലും പ്രൈവറ്റ് മേഖലയിലെ ചികിത്സ താങ്ങാൻ പറ്റുന്നില്ല. അതേസമയം പ്രൈവറ്റ് മേഖലയിലുള്ള ആശുപത്രികളൊക്കെ വലിയ വലിയ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആശുപത്രികൾ പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചിലവിൽ പ്രൈവറ്റ് മേഖലയിൽ ചികിത്സ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതാവുമ്പോൾ ജനങ്ങൾ കൂടുതൽ ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കും. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രികൾ അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന് തടസ്സമാവുന്ന കുറേ കാരണങ്ങൾ ഉണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് KGMCTA ഇപ്പോൾ സമരരംഗത്തുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാരണങ്ങൾ? അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിൻ്റെ എൻട്രി കാഡർ സാലറി, അതായത് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സാലറി 2016 സാലറി റിവിഷന് ശേഷം അതിനു മുമ്പ് സർവീസിൽ കയറിയവരെക്കാളും ആനുപാതികമായിട്ട് കുറഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് എൻട്രി കാഡറിൽ ഇപ്പോൾ PSCയിൽ നല്ല ഉയർന്ന റാങ്ക് കിട്ടുന്ന ആൾക്കാരാണ് സാധാരണ മെഡിക്കൽ കോളേജുകളിൽ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്യുക. പലപ്പോഴും ആൾക്കാരുടെ ആദ്യത്തെ ചോയ്സ് മെഡിക്കൽ കോളേജ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മികച്ച റാങ്ക് നേടിയ ആൾക്കാർ പലരും ഒന്നുകിൽ ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിട്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിലൊന്ന് ഈ എൻട്രി കാഡറിലുള്ള പേ. പലപ്പോഴും ഒരു മെഡിക്കൽ കോളേജ് ടീച്ചർ ജോലിയിൽ പ്രവേശിക്കുന്നത് 30-35 വയസ്സിനിടയിലുള്ള സമയത്താണ്. അവരുടെ MBBS കഴിഞ്ഞ് MD അല്ലെങ്കിൽ MS കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഫാമിലിയൊക്കെ ആയിട്ടുണ്ടാവും, ഉയർന്ന ജീവിത ചെലവുണ്ടാവും. അതേപോലെ തന്നെ അവർ പലരും മറ്റ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്ത് ഒരു ഏണിങ് ആയി വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് വിട്ടിട്ട് ഈ ഗവൺമെൻറ് ജോലി സ്വീകരിക്കുമ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും വളരെ കുറഞ്ഞൊരു സാലറി ആകുമ്പോൾ പലരും ജോയിൻ ചെയ്യില്ല. ജോയിൻ ചെയ്താൽ പോലും കുറച്ച് കഴിയുമ്പോൾ അവരത് വിട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച അധ്യാപകരെ ലഭിക്കാനുള്ള ഒരു പ്രയാസം നമുക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ സാലറി സാർ പറഞ്ഞു റിവിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അറൗണ്ട് ഒരു 4 to 5 ഇയേഴ്സിൻ്റെ റിവിഷൻ ചെയ്തിട്ടും ഉള്ള ഹൈക്കൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ കേരള സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരാണ്, എങ്കിലും
മറ്റ് സംസ്ഥാന ജീവനക്കാരിൽ നിന്നും മെഡിക്കൽ കോളേജ് അധ്യാപകർക്കുള്ളൊരു വ്യത്യാസം, മറ്റ് സംസ്ഥാന ജീവനക്കാർക്ക് 5 വർഷം കൂടുമ്പോഴാണ് സാലറി റിവിഷൻ വരുന്നത്, ഞങ്ങൾക്ക് 10 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ സാലറി റിവിഷൻ വന്നത് 2016 2016 മുതലാണ് അതിൻ്റെ പീരീഡെങ്കിലും അത് അനുവദിച്ച് കിട്ടിയത് 2020. അപ്പോൾ അതുവരെയുള്ള സാലറി അരിയർ ഉണ്ടാവും. ആ അരിയർ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതായത് ഈ സാലറി അരിയർ 2020 എന്നൊക്കെ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് ബാധിച്ചിട്ട് ബാക്കി പല സംസ്ഥാന ജീവനക്കാരും വീട്ടിൽ ഇരിക്കുന്നൊരു സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്ത ഒരു വിഭാഗമാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു വിഭാഗത്തിന് മറ്റ് സംസ്ഥാന ജീവനക്കാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു വിവേചനമാണ്. പൊതുവെ ഒരു ലേമാൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം വരുന്നൊരു തോട്ടാണ് മൈൻഡിൽ, ഇത്രയും കാലം എന്തുകൊണ്ടായിരുന്നു നമുക്ക് സ്ട്രൈക്കോ ഒന്നും ഇല്ലാതെ. കാരണം 4-5 വർഷം പറഞ്ഞാൽ അത് അത്ര വലിയൊരു ടൈം പീരീഡാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു സ്ട്രൈക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇതിനു മുമ്പ് സൂചനാ സമരം എന്നുള്ള രീതിയിൽ OP ബഹിഷ്കരണം നടന്നിട്ടുണ്ടായിരുന്നു, അതും once in a week. അപ്പം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു സ്ട്രൈക്ക് കാണാതിരുന്നത്? അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് സമരം ചെയ്യാം, നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് അധ്യാപനം ഉപേക്ഷിക്കുക. അധ്യാപനം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അതൊരു വലിയ വാർത്തയാവണമെന്നില്ല. പിന്നെ ചെയ്യേണ്ടത് രോഗികളെ ചികിത്സിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ നമുക്കറിയാലോ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി വരുന്നതെന്നുള്ളത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സമരം നമുക്ക് ചെയ്യാൻ വളരെ വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം ഒരു നെഗോസിയേഷൻ്റെ പാതയാണ് സ്വീകരിച്ചത്. ഗവൺമെൻറ്റുമായിട്ട് ധാരാളം തവണ ഞങ്ങൾ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ചർച്ച വിളിക്കാറുമില്ല. നമ്മൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഓഫീസുകൾ കയറി ഇറങ്ങി കാര്യങ്ങൾ പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ച് ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു? ശരിയാക്കി തരാൻ ശ്രമിക്കാം എന്നൊക്കെ പറയും. പക്ഷേ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയിട്ട് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. സർ, മെഡിക്കൽ കോളേജിൽ ഉള്ള വർക്ക് ലോഡ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഭാഗം ആണ്. അതായത് അത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പം പേഷ്യൻ്റ് സൈഡിൽ നിന്ന് നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ നെഗ്ലിജൻസ് ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ സാറിൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും ഈ ഒരു വർക്ക് ലോഡിൻ്റെ റീസൺ? അത് മാൻ പവറിൻ്റെ ഷോർട്ടേജ് ആണോ, അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി പാറ്റേണിൽ വന്ന വ്യത്യാസങ്ങളാണോ? എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? ഒരു മെഡിക്കൽ കോളേജ് ടീച്ചറുടെ ജോലി പ്രധാനമായിട്ടും 3 തരത്തിലുള്ളതാണ്. ഒന്ന് രോഗീ പരിചരണം, 1 അധ്യാപനം, 3 ഗവേഷണം. ഈ 3 ഫീൽഡിലാണ് ഞങ്ങളുടെ ജോലി പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റ് ധാരാളം ജോലികളും വരുന്നുണ്ട്. ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ജോലികൾ, പലതരത്തിലുള്ള മെഡിക്കൽ ബോർഡുകൾ അറ്റൻഡ് ചെയ്യൽ, അങ്ങനെ ധാരാളം. അതായത് ഒരു തരം മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പോൾ ശരിക്ക് കുറേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഹീറോസായിട്ടാണ് ആൾക്കാർ കാണുന്നതെങ്കിലും അതൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നതിനിടയിലായിരിക്കും ക്ലാസ് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അത് ഒരു പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ വന്നു. അപ്പോൾ മെഡിക്കൽ കോളേജുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിബന്ധന എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അംഗീകാരം കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന പല മെഡിക്കൽ കോളേജുകളും മതിയായ സൗകര്യങ്ങളോടുകൂടിയല്ല തുടങ്ങുന്നത്. അത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അവിടുത്തെ മാൻ പവർ ആയാലും. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ് മേഖലയിൽ മാത്രമല്ലത്, അതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് മേഖലയിലാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ തന്നെ വേണ്ടത്ര സൗകര്യമില്ലാതെ കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ പിന്നെ പ്രൈവറ്റിലെ കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് തന്നെ പ്രൈവറ്റിന് ഈ കാര്യങ്ങളിൽ ഉഴപ്പാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രിയിൽ അത് മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയായിട്ട് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം ഇപ്പോഴുള്ള ഒരുവിധം നല്ല രീതിയിൽ നടന്നു പോകുന്ന മെഡിക്കൽ കോളേജുകളിലുള്ള അധ്യാപകരെ കുറേ പേരെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും.
അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്തുള്ള പോസ്റ്റിലേക്ക് മാറ്റലാണ്. പലപ്പോഴും ഇത് അവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനവും പ്രശ്നത്തിലാവും, പുതുതായിട്ടുള്ള സ്ഥലത്തും വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് മാറ്റി അത് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചത് കൊണ്ട് മാത്രം അതൊരു മെഡിക്കൽ കോളേജായി മാറുന്നില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഇതിനൊരു സൊല്യൂഷൻ എന്താണ് നമുക്കിപ്പോഴുള്ളത്? അല്ല, പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം ആ ഏരിയയിലുള്ള പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജുകൾ അധ്യാപന കേന്ദ്രങ്ങളാണെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മെഡിക്കൽ കോളേജുകളെ പറ്റിയുള്ളത്. അപ്പോൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി തുടങ്ങുക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. അതായത് ഏറ്റവും മിനിമം എത്ര ഡോക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ എത്ര സ്റ്റാഫ് വേണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയെങ്കിലും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് PSC പരീക്ഷ നടത്തി സ്ഥിരം നിയമനം നടത്തുകയും ചെയ്തിട്ട് വേണം മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ. അങ്ങനെ തുടങ്ങുകയാണെങ്കിലേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ സഡൻ ട്രാൻസ്ഫേഴ്സ് എങ്ങനെയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അത് വല്ലാത്തൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. അതായത് ഞങ്ങളൊക്കെ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ 98-ലാണ് മെഡിക്കൽ കോളേജ് സർവീസിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ട്രാൻസ്ഫറുകൾ വളരെ വിരളമായിരുന്നു. കാരണം ആകെ 5 മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ. ആ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആവശ്യത്തിന് സ്റ്റാഫ് അന്നുണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ ട്രാൻസ്ഫറുകൾ വന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഒന്ന് വ്യക്തിപരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കൊരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളും കൂടെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ഗുണം. അതോടൊപ്പം ആ സ്ഥാപനത്തിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് കുറച്ച് ദീർഘനാൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തെ പറ്റി കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ ഉണ്ടാവും. ആ സ്ഥാപനത്തിനെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ളൊരു സമയം കിട്ടും. അതേസമയം ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, 3 വർഷമാണ് നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പോൾ എന്നെപ്പോലെ, ഇപ്പോൾ ഞാനിപ്പോൾ പ്രൊഫസർ പോസ്റ്റിലാണ്. ഇപ്പോൾ പ്രൊഫസർ പോസ്റ്റിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പ്രൊഫസർ പോസ്റ്റാണുള്ളത്. പക്ഷേ കോഴിക്കോട് വേണമെന്ന് ആഗ്രഹിക്കുന്ന 4-5 പേര് പ്രൊഫസേഴ്സായിട്ടുണ്ട്. അപ്പോൾ 3 കൊല്ലം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഇവിടത്തേക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ പലരും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ഗൈഡാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണല്ലോ. അപ്പോൾ ഞാനിപ്പം ലാസ്റ്റ് ഇടുക്കിയിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതുവരെ കുറച്ച് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ അവരുടെ ആ ഗവേഷണം പകുതി വെച്ച് വേറൊരാൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇനിയിപ്പം ഞാൻ ഏറ്റെടുത്ത സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ പോകുമ്പോൾ വേറെയാണ്. അപ്പോൾ ഇതിനൊന്നൊരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോഴില്ല. അതേപോലെ ഇപ്പം MBBS എന്ന് പറഞ്ഞാൽ 5.5 വർഷത്തെ കോഴ്സാണ്, ഹൗസ് സയൻസ് ഉൾപ്പെടെ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു മെൻറ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത സ്റ്റുഡൻസ് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതുപോലെ ഒരു റിസർച്ച് പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു റിസർച്ച് പ്രോജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സാങ്ഷനൊക്കെ ആവാൻ സമയമെടുക്കും. അപ്പോൾ സാങ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതുപോലെ കൂടെയുള്ള ട്രാൻസ്ഫറുകൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ട് ടീച്ചേഴ്സിനുള്ള പ്രശ്നങ്ങളെക്കാളും ഞാൻ വിചാരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും കൂടെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പ്രശ്നം പുതിയ കോളേജുകളിലുണ്ട്. ഇപ്പോൾ പുതിയ കോളേജുകളിൽ ഒരാൾ അവിടുത്തെ സ്ഥിരം ആൾക്കാരല്ലല്ലോ അവിടെ പോകുന്നത്, ട്രാൻസ്ഫറായിട്ട് താൽക്കാലികമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിന് ആരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ സമയമില്ല. അവിടെ പോയവരൊക്കെ വേഗം ട്രാൻസ്ഫർ നോക്കി പോകും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഓരോ മെഡിക്കൽ കോളേജിലും ദീർഘകാലം നിൽക്കുന്ന രീതിയിലുള്ള
പെർമനൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ PGസിൻ്റെ ട്രെയിനിങ് എഫക്റ്റ് ചെയ്യും, UGസിൻ്റെ ട്രെയിനിങ് എഫക്റ്റ് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ചെയ്യും, പേഷ്യൻ്റ് കെയർ തീർച്ചയായും. പിന്നെ അതെ, ഇപ്പം പലതും ഇപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് കാണിക്കുന്ന പേഷ്യൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ പലപ്പോഴും ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഒരു ഡോക്ടറെ തന്നെ തുടർച്ചയായിട്ട് കാണാം എന്നുള്ളൊരു അഡ്വാൻറ്റേജിനല്ലേ. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ വന്നാൽ അത് പറ്റില്ല, അവരെ കണ്ടുകൊണ്ടിരുന്ന ആൾ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവും. സർ, മെഡിക്കൽ കോളേജിൽ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകൾ പൊതുവെ വിഷയമാവുന്ന ഒന്നാണ്. ഈ അടുത്ത് സ്റ്റുഡൻസിൻ്റെ സ്ട്രൈക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇരിക്കാൻ ക്ലാസ് റൂം ഇല്ല പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭയങ്കര വലുപ്പം തോന്നുമെങ്കിൽ കൂടിയും അതിലൊരു മേജർ പോർഷൻ ഗാർഡൻ ആണ്. അത് ബാക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മെയിൻലി ഒരു 2-3 ക്ലാസ് റൂംസ് ആണ്. സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ട്, അതെങ്ങനെയാണ് നികത്താൻ പറ്റുക എന്നുള്ളതാണ് സാറിന് തോന്നിയിട്ടുള്ളത്? നമ്മുടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് ഒരു വർഷം 200 MBBS സ്റ്റുഡൻസിന് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിനുശേഷം ഇപ്പോഴും നമുക്കറിയാതെ 250 സ്റ്റുഡൻസായി. അതുകൂടാതെ ധാരാളം PG കോഴ്സുകൾ തുടങ്ങി, പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങി. അപ്പോൾ കുറേ അധികം വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിലുണ്ട്. അത്രയും ആൾക്കാരെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂമുകളായിക്കോട്ടെ, ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകൾ, അവിടെയുള്ള സൗകര്യങ്ങളായിക്കോട്ടെ, അതൊന്നും തന്നെ നമുക്കില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഇതിനിപ്പോൾ ഒരു സൊല്യൂഷൻ ഉള്ളത്? ഇത് ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ടാവുമോ? അല്ല, അത് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നാളത്തെ ഡോക്ടർമാരല്ലേ ഇന്ന് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങണം എന്നുള്ളത് ഒരു ഏറ്റവും മുന്തിയ പരിഗണന വേണ്ട കാര്യമല്ലേ. മെഡിക്കൽ കോളേജുകൾ തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് പരിഗണിച്ചേ മതിയാവുള്ളൂ. അത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ സ്ട്രെസ് ചെയ്യുക തന്നെ വേണം. സാർ, ഇപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇതൊക്കെയാണ് സ്ട്രൈക്കിലേക്ക് ലീഡ് ചെയ്തത്. സ്റ്റിൽ നമ്മൾ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചയോളം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. എന്തുകൊണ്ടായിരുന്നു ആ ഒരു ഡിസിഷനിലേക്ക് പോയത്? അതായത് നമ്മളിപ്പം സമരം ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് അധ്യാപനം മുടക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയർ മുടക്കുക. രണ്ടും ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും പേഷ്യൻ്റ് കെയർ മുടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് ഏത് രീതിയിലുള്ള രോഗികളാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതാണ് കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും ഒരു പേഷ്യൻസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വൈകിയത്, ഈ സമരം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഈ സമരം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് പേഷ്യൻസിനെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സമരം ചെയ്യാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ സാർ, ഇപ്പം ഇത്രയും ഡിമാൻഡുകൾ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു. ഇത് ഗവൺമെൻറ് മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഞങ്ങളിപ്പോൾ ഈ ചൊവ്വാഴ്ച, അതായത് 27-ാം തീയതി മുതൽ 27-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ 28-ാം തീയതി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റിലേ നിരാഹാരം സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. 27-ാം തീയതി മുതൽ OP സേവനങ്ങളും ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. സർ, സർക്കാരിൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എന്താണ് ശരിക്കും മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഇത് കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്വിക്കായിട്ട് സാർ എങ്ങനെയായിരിക്കും പറയാം? നമ്മൾ പ്രധാനമായിട്ടും 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, എൻട്രി കേഡറിലുള്ള പേ ഡ്രോപ്പ്, അതായത് ഒരു സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന സാലറിയിലുള്ള ഒരു കുറവ് പരിഹരിച്ച് തരിക. രണ്ടാമതായിട്ട് ഈ 2016 സാലറി റിവിഷൻ 2020 നടന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുമ്പുള്ള ആ ഒരു പീരീഡിലുള്ള സാലറി എരിയർ തരിക. മൂന്നാമതായിട്ട് ഈ പെൻഷൻ, സാധാരണ ഒരു സർക്കാർ ജീവനക്കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പെൻഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ അവർ അവസാനം വാങ്ങിച്ച സാലറിയുടെ പകുതിയാണ് പെൻഷൻ. അത് അത്രയും തരാതെ ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സീലിംഗ് പിൻവലിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ഈ പുതുതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ സൗകര്യങ്ങളും
പോസ്റ്റുകൾ, ഫാക്കൽറ്റി പോസ്റ്റുകളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർ, എന്ത് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴും ആൾക്കാർ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും റെഫർ ചെയ്ത് അവസാനം എത്തുന്നത് ഇവിടെയാണ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് സ്ട്രൈക്കിന് പോകുമ്പം പേഷ്യൻസിന് അത് നല്ല രീതിക്ക് എഫക്റ്റീവ് ഇല്ല. അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്? തീർച്ചയായും പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ സമരം ചെയ്യാതിരുന്നത്. പക്ഷേ ഈ സമരം സത്യം പറഞ്ഞാൽ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പൊതുജനാരോഗ്യ മേഖല നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ പേഷ്യൻസിന് ഗുണമുണ്ടാവണമെങ്കിൽ ഇന്ന് ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും മികച്ച ഡോക്ടർമാർ ഈ മേഖലയിലേക്ക് കടന്നു വരികയും വേണം. അപ്പോൾ അതില്ലാത്തൊരവസ്ഥയിൽ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ പ്രൈവറ്റ് മേഖല പിടിമുറുക്കുകയും രോഗികൾ അവിടെ പോയിട്ട് പിന്നെ കടക്കാരായി മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമരം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുകയും പൊതുജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പേഷ്യൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അല്ല, പേഷ്യൻസിനെ കൂടെ നിർത്തേണ്ട. അതെ. മാത്രമല്ല ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ ജോലി സമയം അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒ പിയിലൊക്കെ എത്തുന്ന രോഗികളുടെ എണ്ണവും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഒ പി വൈകുന്നേരം 5 മണി 6 മണി വരെയൊക്കെ നീളുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് രാവിലെ തുടങ്ങിയാൽ. സാർ, ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് 8 to 1 ആണ് ടൈമിംഗ് പറയാറുള്ളത്. സാറിൻ്റെ ഒരു ഒ പി പറയുകയാണെങ്കിൽ സാർ എത്ര മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങാറ്? ഈ ഉദാഹരണത്തിന് എൻ്റെ ഒ പി ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ വാർഡിൽ റൗണ്ട്സ് എടുത്തിട്ട് ഒ പിയിലേക്ക് പോകും. ഒ പി നമുക്ക് 1 മണി വരെയാണ്. അത് കഴിയുമ്പോൾ അന്ന് നമുക്ക് ജനറ്റിക് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ജനറ്റിക് ക്ലിനിക്കിൽ പോകും. അവിടെ കഴിയുമ്പോഴത്തേക്ക് 5 മണിയെങ്കിലും ആവും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അത്രയും ഒരു വർക്ക് ലോഡ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആശുപത്രിയിലെ വിവിധ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഫോൺ വിളികളും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഇത് ഇൻ്റർനെറ്റിൻ്റെ സമയമല്ലേ, മീറ്റിങ്ങുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ റൗണ്ട് ദ ക്ലോക്ക് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു വർക്ക് ലോഡിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സ്ഥലം മാറ്റങ്ങൾ മൂലം മാൻ പവർ കുറയുന്നത് കൊണ്ടുള്ള ഒരു ജോലിഭാരം കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ജോലി എന്നുള്ള നിലയിലല്ല. നമുക്കറിയാം, നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ തളർന്നു പോകില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിലപ്പുറം ഒരു വർക്ക് ലോഡ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്തായാലും നീങ്ങാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ഒരു കാരണം. സർ, പൊതുവെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പം വരുന്ന ഒരു കമ്പാരിസൺ ഏരിയ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. മെഡിക്കൽ കോളേജിൽ വരുന്ന ഒരാൾക്ക് ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? സാറിന് എന്താ പറയാനുള്ളത്? കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും മറ്റ് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മുൻനിരയിൽ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നടത്തുന്ന സർവേകളിലൊക്കെ വ്യക്തമായിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള ശിശുമരണ നിരക്ക് 1005 അമേരിക്കയിൽ 5.6. അപ്പോൾ പലപ്പോഴും ആൾക്കാർ തമാശയാക്കി പറയുമെങ്കിലും അത് ഒരു വാസ്തവം തന്നെയാണ്. നമ്മൾ ഈ പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രധാന കാരണം നമ്മുടെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും തന്നെയാണ്. അപ്പോൾ അത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് പ്രത്യേകിച്ചും ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മോഡേൺ മെഡിസിൻ ചികിത്സ ട്രീറ്റ്മെൻറ്റ് ചിലവ് കൂടിക്കൂടി വരികയാണ്. പുതിയ പുതിയ ചികിത്സാ രീതികളും അറിയാം നമുക്ക്, വെന്റിലേറ്റർ അങ്ങനെയുള്ള പല കാര്യങ്ങളും. മുൻകാലങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 98 ജോയിൻ ചെയ്തത്. അന്ന് ഞങ്ങളുടെ വിഭാഗത്തിൽ ഒരു വെന്റിലേറ്റർ പോലും ഇല്ല. ഇന്നാണെങ്കിൽ 40ഓളം വെന്റിലേറ്റർ ഞങ്ങളുടെ വിഭാഗത്തിൽ മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചികിത്സാ ചെലവുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് ഉള്ള ഒരു തുക വകയിരുത്തൽ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ചിലവേറിയ പരിപാടിയാണ്. അപ്പോൾ അതിന് മാത്രം കുറേ കൂടെ പരിഗണന ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും
പ്രൈവറ്റ് ആശുപത്രികളിലെ ചികിത്സ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവുന്ന ഒരു അവസരത്തിൽ. എന്തുകൊണ്ടാണ് ഇപ്പം ആൾക്കാർക്ക് പ്രൈവറ്റ് പോലും എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ബില്ലുകളിൽ അത്രയും ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും അതിന്റെ റീസൺ? ഒന്ന്, ശരിക്കും ചിലവ് കൂടുതലുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ചിലവില്ലാത്തത് ഗവൺമെൻറ്റിൻ്റെ സഹായം അവിടെ വരുന്നത് കൊണ്ടാണല്ലോ. അവിടുത്തെ കെട്ടിടത്തിന് വാടക അല്ലെങ്കിൽ ചിലവ് ഉണ്ടാക്കാനുള്ള ചിലവ് ഗവൺമെൻറ് വഹിക്കുന്നു, അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് അവിടെ ചിലവ് വരുന്നില്ല. അതേസമയം പ്രൈവറ്റ് ആശുപത്രികളിൽ ഇതെല്ലാം ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണല്ലോ. അവിടെ വരുന്ന ശരിയായ ചിലവ് കൂടാതെ അവർക്ക് വേണ്ടുന്ന ലാഭം കൂടെ വേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വൻകിട കോർപ്പറേറ്റുകൾ ഈ ആശുപത്രികളൊക്കെ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരു നിശ്ചിത കാലയളവിന് ഉള്ളിൽ അവർ ചിലവാക്കിയ മുഴുവൻ തുകയും തിരിച്ചെടുപ്പിടിക്കാനുള്ള രീതിയിലുള്ള ഒരു ലക്ഷ്യം അവർക്ക് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പ്രൈവറ്റ് മേഖലയിൽ ചിലവ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ സർ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകുന്നവർക്ക് പോലും മെഡിക്കൽ കോളേജിൽ വരേണ്ട ഒരു സിറ്റുവേഷനാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാരുടെ അടുത്ത് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശരിയാണ്, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡോക്ടേഴ്സാണ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത, അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം എത്രത്തോളം ന്യൂസുകൾ നമ്മളിന്ന് കാണുന്നുണ്ട് എന്നുള്ളത്. സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഉള്ള ഒരാൾക്കേ അതിൻ്റെ ശരിയായ വസ്തുത അറിയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ചില വിഭാഗങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ രാത്രി ഓപ്പറേഷൻ ചെയ്ത അതേ ഡോക്ടറായിരിക്കും അടുത്ത ദിവസം ഒ പിയിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർഡിയോളജി വിഭാഗത്തിലാണെങ്കിൽ രാത്രി കാത്ത് ലാബിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത അതേ ഡോക്ടർ തന്നെ ആയിരിക്കും അടുത്ത ദിവസം ഒ പിയിൽ വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയില്ല. അവർ അന്ന് രാവിലെ ഡോക്ടർ ഒ പിയിൽ വൈകി എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ശരിക്കും ആ സിസ്റ്റത്തിനകത്തുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ജോലിഭാരത്തെ പറ്റി ശരിയായൊരു ധാരണയുള്ളത്. അതേപോലെ നമ്മുടെ റെസിഡൻറ്റ് ഡോക്ടർമാരുണ്ട്. അവരൊക്കെ മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് ജോലി എടുക്കുകയാണ്. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ വരുന്ന രോഗികളുടെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു പ്രൈവറ്റ് ആശുപത്രികൾ ലിമിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ എത്ര കണ്ട് രോഗികൾ വരുന്നോ അത്രയും അവരുടെ വരുമാനം കൂടും, അത്രയും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം, അത്രയും കൂടുതൽ പോസ്റ്റുകൾ, കൂടുതൽ നഴ്സുമാരെ, ഡോക്ടർമാരെയൊക്കെ വെക്കാം. അപ്പോൾ അവർക്കതൊരു വിഷയമല്ല. അതേസമയം മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം നമുക്ക് നിയന്ത്രിക്കാനും പറ്റില്ല, അതിന് കണക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മാൻ പവറും വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്ന ആൾക്കാർക്ക് ഒരു പൂർണ്ണമായ തൃപ്തി ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ ചികിത്സ വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ടാവും, പക്ഷേ അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള രീതിയിലുള്ള ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സോ അല്ലെങ്കിൽ നേഴ്സുമാരുടോ അല്ലെങ്കിൽ ചിലപ്പോൾ സെക്യൂരിറ്റിക്കാർ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ അവിടെ ആരും തന്നെ ഒരു രോഗികളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ചെയ്യുന്നതല്ല. അവിടുത്തെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. നമുക്കറിയാം അവിടെയുള്ള ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും എല്ലാവരും തന്നെ അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് ഈ സിസ്റ്റം ഇങ്ങനെയെങ്കിലും നടന്നു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാർ, നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ജനങ്ങളായ നിങ്ങളുടെ റെസ്പോൺസാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ്. ലെറ്റ് ദ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് കണ്ടിന്യൂ ആൻഡ് മേ ജസ്റ്റിസ് ബി സെർവ്ഡ്. ദിസ് ഇസ് രാധിക ഡിജു സൈനിങ് ഓഫ്.